ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഹായ്, എല്ലാവർക്കും ഫാത്തിമാസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ്. മാതള നാരങ്ങ ജ്യൂസുമായിട്ട്. സാധാരണ നമ്മൾ മാതള നാരങ്ങ ജ്യൂസ് അടിക്കുന്നതിനും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഈ മാതള നാരങ്ങയ്ക്കകത്തുനിന്ന് ഈ കുരു ഒന്ന് വേർപ്പെടുത്തി എടുക്കണം. വളരെ ഈസി ആയിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് കുരു എടുക്കാവുന്നതാണ് ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ 2 മാതള നാരങ്ങയുടെ കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മാതള നാരങ്ങ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് കിടന്നങ്ങോട്ട് അരയ്ക്കരുത്. കാരണം ആ കുരു അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാവും. ആ കുരു അതിനകത്ത് കിടന്ന് അരയാതെ ഒരു 3-4 തവണ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മാതള നാരങ്ങ നല്ല പഴുത്തതായിരുന്നു. അല്ലെങ്കിൽ മാതള നാരങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് മധുരത്തോടെ കുടിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ചിലയിടത്തുനിന്ന് നമുക്ക് അതിനകത്ത് പച്ചമുളക് ഇട്ട് തരാറുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതിനകത്ത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം പ്ലെയിൻ സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് പുതിനയില ഇഷ്ടമാണെങ്കിൽ പുതിനയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാതള നാരങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാതള നാരങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു രുചികരമായ വിഭവമായി കാണാം.